ഡോക്ടർ ബി എ പ്രകാശ്, നമ്മൾ അതോടൊപ്പം കാണേണ്ട ഒരു കാര്യം, ധവളപത്രം വ്യക്തമാക്കിയിട്ടുള്ള കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയുണ്ട്. മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിലും പറഞ്ഞു 100 രൂപ കിട്ടുമ്പോൾ അതിൽ 78 രൂപയും കമ്മിറ്റഡ് എക്സ്പെൻസസ് ആണ്. ശമ്പളം, പെൻഷൻ, പലിശ, മൂലധന ചെലവ് രാജ്യത്ത് തന്നെ ഏറ്റവും കുറഞ്ഞു നിൽക്കുന്ന സംസ്ഥാനമാണ്. ഓഫ് ബജറ്റ് ബോറോവിംഗ് വഴിയാണ് ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നടത്തുന്നത്. അതിൽ തന്നെ കൂടിയ പലിശയ്ക്കാണ് പണമെടുക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ധാരാളം പ്രശ്നങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബാലൻസ് മാറ്റൽ, കൂടുതൽ മൂലധന ചെലവ് ചെയ്യൽ, കൂടുതൽ വരുമാന മാർഗങ്ങൾ ആലോചിക്കൽ, വി ഡി സതീശൻ തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് വരുമാന വർധനവിനുള്ള അദ്ദേഹത്തിൻ്റെ തന്നെ ഐഡിയാസ്. അപ്പോൾ അതൊക്കെ പ്രാക്ടിക്കലാക്കാൻ ഇങ്ങനെയൊക്കെയുള്ള ധാരാളം കാര്യങ്ങൾ അവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഈ മാരിടൈം സ്വപ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതിനപ്പുറത്ത് അടിമുടി കേരളത്തെ പുതുക്കി പണിയാൻ, ഈ ധനസ്ഥിതിയിൽ നിന്ന് മാറ്റാൻ, ഞാൻ മാജിക് വാൻഡ് വീശണം എന്നല്ല പറയുന്നത്, പക്ഷേ വളരെ ഡിസിസീവ് ആയിട്ടുള്ള ചില സ്റ്റെപ്പുകളാകാമല്ലോ. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് ഈ ബജറ്റിനെ കുറിച്ച് പറയുമ്പോൾ? ധനസ്ഥിതി വളരെ മോശമാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് LDF സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത്. അപ്പോൾ റവന്യൂ വരുമാനം ആ മേഖലകളിൽ കാര്യമായിട്ടുള്ളൊരു വർധന വരുത്താനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടില്ല. നമ്മൾ 2 ശമ്പള പെൻഷൻ പരിഷ്കരണം പ്രഖ്യാപിച്ചു. ശമ്പള പെൻഷൻ പരിഷ്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനസ്ഥിതി തകർക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു സിറ്റുവേഷനിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഇപ്പോൾ ഉള്ള സംസ്ഥാനത്തിൻ്റെ തനത് നികുതി വരുമാനവും മറ്റു വരുമാനങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, എക്സൈസ് മുതലുള്ള മറ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വളർച്ച വളരെ കുറവാണ്. അതായത് സാധാരണഗതിയിൽ സംസ്ഥാന എക്കോണമി ഒരു 8-10% വളർച്ച ഉണ്ടാകുമ്പോൾ ഇവിടെ ഇപ്പോൾ 0 വളർച്ച, അല്ലെങ്കിൽ പല മേഖലകളിലും മുരടിപ്പാണ്. അപ്പോൾ ഈ റവന്യൂ കളക്ഷൻ, സംസ്ഥാനത്തിൻ്റെ റവന്യൂ കളക്ഷൻ വളരെ മോശമായിട്ടുള്ള ഒരു സ്ഥിതിയിലാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഈ റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. ആ സാധ്യതകളിലേക്ക് നമ്മൾ പോകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിനുള്ള ഒരുപാട് സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 10 മുതൽ 15-20% വരെ റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. സർക്കാർ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചാൽ അത് തീർച്ചയായിട്ടും സംസ്ഥാനത്തിന് കൂടുതൽ റിസോഴ്സസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇവിടെ ഇപ്പോൾ ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന പലതും പിന്നെ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വഴിയും മറ്റ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് വഴിയുമാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇത് മുഴുവനും സർക്കാർ തന്നെ പണം മുടക്കിയുള്ള വികസന സ്ട്രാറ്റജി അല്ല ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. പല മേഖലകളിലും, അതായത് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ, ഈ തരത്തിലുള്ള മേഖലകളിൽ കൂടെയാണ് പ്രധാനപ്പെട്ട ഈ സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന മേജറായിട്ടുള്ള പ്രോജക്ട്സിൻ്റെ എല്ലാം ഫണ്ട് കണ്ടെത്തുന്നു എന്നുള്ളതാണ്. അത് പല മേഖലകളിലുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിലായാലും, വിദേശ സർവകലാശാലകൾ അല്ലെങ്കിൽ പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ്, അതോടൊപ്പം തന്നെ വിഴിഞ്ഞം പോർട്ട് എക്സ്പാൻഡ് ചെയ്യുന്ന കാര്യത്തിലായാലും, ഷിപ്പ് ബിൽഡിങ്ങിൻ്റെ കാര്യത്തിലായാലും, മറ്റ് തരത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിലെല്ലാം തന്നെ അതായത് ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ, ഈ തരത്തിലുള്ള ഇതാണ് ഉദ്ദേശിക്കുന്നത്. അത് തീർച്ചയായിട്ടും അതുകൊണ്ട് കുറേയൊക്കെ ഈ മോശമായ ധനസ്ഥിതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയും സംസ്ഥാനത്തിന് പല മേഖലകളിലും മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും.